ഗ്ലാസ്സിനകത്ത് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്താണ് നമ്മൾ തിരി കത്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു 2 തുള്ളി ഉജാലയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവേ. ഇതിപ്പോൾ ഞാൻ ഈ കളർ ഒഴിച്ചു കൊടുത്തു, ഉജാല ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ആ പ്ലാസ്റ്റിക് ഏതെങ്കിലും ഒരു ഡപ്പയുടെ അടപ്പുണ്ടെങ്കിൽ അതിൻ്റെ റൗണ്ടിലകത്ത് ഇറങ്ങത്തക്ക രീതിയിൽ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തോട്ട് വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റാണ്. ഇനി നമുക്കൊരു തിരി ഉണ്ടാക്കി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പൊരിച്ച എണ്ണയുടെയൊക്കെ വേസ്റ്റ് ബാക്കി കളയാനൊക്കെ ഉള്ള എണ്ണ ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി. ഇതിപ്പോൾ ഞാൻ നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഏത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ കളയാനൊക്കെ എണ്ണ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിലെങ്കിലും നമ്മൾ മുകളിൽ ഇത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളത്തിന് മുകളിലായിട്ട് ഈ എണ്ണ നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി സമയത്തൊക്കെ നമ്മൾ കറണ്ട് പോകുമ്പോഴത്തേന് നമുക്ക് റൂമിലൊക്കെ ഇത് കത്തിച്ച് വെക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയാണ്, നമുക്ക് പെട്ടെന്ന് അത് ഉപകാരപ്പെടും. കാരണം ഇങ്ങനെ മെഴുകുതിരിയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കുറേ നേരം കത്തി നിൽക്കും കേട്ടോ. അതിൻ്റെ എണ്ണ അതിനകത്തോടത്തോളം നമുക്ക് എപ്പം വേണമെങ്കിലും നമുക്കത് കത്തിച്ച് വയ്ക്കാം. അത് മാത്രമല്ല നമുക്ക് കളർഫുള്ളായിട്ട് വേറെ കളറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രാത്രി ഇതേപോലെ റൂമിലൊക്കെ കത്തിച്ച് ലൈറ്റൊക്കെ അണച്ചതിന് ശേഷം കത്തിച്ച് വെക്കുമ്പോൾ നല്ലൊരു ഭംഗിയും കൂടിയാണ്. അത് നല്ല രീതിയിൽ കത്തുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഈ ഉജാല വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉജാല ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 1 തുള്ളി ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഉജാല നമുക്ക് തുണി കഴുകാനായിട്ട് മാത്രമല്ല, തുണി കഴുകി തുണി വെളുക്കാനുള്ളത് മാത്രമല്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു കുറേ കിടിലൻ ടിപ്സുകളുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലുള്ള ഫർണിച്ചറുകളെല്ലാം വെട്ടിത്തിളങ്ങും ഈ ഒരു രീതിയിൽ നമ്മൾ തുടക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു കോട്ടൺ ടവൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു സൊല്യൂഷൻ ഞാനൊരു കൊച്ചു ബേസിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. കാരണം ഈ തുണിയൊന്ന് മുക്കിയെടുക്കാനായിട്ട് പഴകിയതാണെങ്കിലും നമുക്ക് ഒരു നല്ല വീട്ടിലുള്ള എല്ലാ ഫർണിച്ചറുകളും ഇത് വെച്ച് നമുക്ക് തുടച്ചെടുക്കാനായിട്ട് വരും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ കണ്ടോ, ആ അഴുക്കും പൊടിയും എല്ലാം നമ്മൾ പ്രശ്നം ആ ഒരു തിളക്കമാണ് നമുക്ക് കിട്ടുന്നത് വെച്ച് തുടയ്ക്കുമ്പോൾ. ഇത് രണ്ടും വെള്ളത്തിനകത്ത് കലർത്തിയിട്ട് കണ്ടോ തുടയ്ക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ കണ്ടോ പുതിയതുപോലെ വർഷങ്ങൾ പഴക്കമുള്ളതാണെങ്കിലും നമുക്ക് പുതിയതുപോലെ തന്നെ കിട്ടുന്നുണ്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു കുപ്പിക്കകത്ത് വേറൊരു കളറിനകത്ത് നമുക്ക് ഇതേപോലെ തിരി കത്തിച്ച് വയ്ക്കാം. ഇപ്പോൾ കണ്ടോ, ഞാനിപ്പോൾ പെട്ടെന്ന് മുകളിലത്തെ ആ നേരത്തെ ഉണ്ടാക്കി വെച്ചതിൻ്റെ ആ പ്ലാസ്റ്റിക് കഷ്ണം വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതേപോലെ കത്തിച്ചാൽ നമുക്ക് രാത്രി സമയത്തൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ നല്ലൊരു വെട്ടമായിരിക്കും കേട്ടോ. നമുക്ക് എന്നാൽ മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുപ്പിയുടെ അടപ്പ് ദ്വാരം ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്യാം. ഇപ്പോൾ ഞാൻ കണ്ടോ ആ നേരത്തെ ഉണ്ടാക്കി ആ പ്ലാസ്റ്റിക് അടപ്പാണ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഉജാല വെള്ളം, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഉജാല വെള്ളം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്കതിനകത്ത് ഒരു സ്വല്പം ഷാമ്പു ഒഴിച്ച് കൊടുക്കാം. ഇത് കലക്കിയ വെള്ളമാണ്. അതിനകത്ത് 1 തുള്ളി ഷാമ്പൂ കലക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മതി വീടാകെ എന്ത് വേണേലും നമുക്ക് തേച്ച് കഴുകാനായിട്ട് കേട്ടോ. അപ്പോൾ തേച്ച് കഴുകേണ്ട കാര്യമില്ല, വെറുതെ ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ച് തേച്ചാൽ മതി. നമ്മുടെ ആ ഗ്ലാസും അതേപോലെ തന്നെ ഇങ്ങനത്തെയുള്ള ക്ലോസറ്റ് അതേപോലെ വാഷ് ബേസിൻ, അപ്പം ഇതൊക്കെ നല്ല രീതിയിൽ വെട്ടി തിളങ്ങും കേട്ടോ. സിങ്ക് എത്ര അഴുക്കുണ്ടെങ്കിലും ഇതൊന്ന് ഒഴിച്ചിട്ടൊന്ന് കഴുകി ഇട്ടാൽ മതി. അപ്പോൾ അഴുക്കും കറിയെല്ലാം പോയി കിട്ടും കേട്ടോ. ക്ലോസറ്റിനകത്ത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മഞ്ഞക്കറിയൊക്കെ പോകണമെങ്കിൽ ഇത് ഫുള്ളാകെ മുകളിലൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ക്ലോസറ്റിനകത്താണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്കൊന്ന് ഫ്രഷ് ചെയ്താൽ മാത്രം മതി. അത് പിറ്റേ ദിവസം നമുക്ക് രാത്രി ഒഴിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഒന്ന് ഫ്രഷ് ചെയ്യുകയാണെങ്കിൽ അതിനകത്തുള്ള കറയെല്ലാം പോയി കിട്ടും. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ക്ലീൻ ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു.